ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ചിലവ് കുറഞ്ഞ ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ. ആക്ച്വലി ഇതൊരു റെഡിമെയ്ഡ് കേക്ക് പോലെയാണ്. നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ ബിസ്ക്കറ്റൊക്കെ വാങ്ങാറുണ്ടല്ലോ. അപ്പോൾ 2 ഓറിയോ ബിസ്ക്കറ്റ് അങ്ങ് വാങ്ങിക്കുക. മക്കൾ ചിലപ്പോഴൊക്കെ കേക്ക് വേണം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ വലിയ വില കൊടുത്തൊക്കെ വാങ്ങാൻ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഈസി കേക്കാണിത്. 2 ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റാണ്. ഇതിൽ ഒരു പാക്കറ്റ് പൊട്ടിച്ചെടുത്ത് 2-3 ഞങ്ങൾ കഴിച്ചു, ഞാനും കുഞ്ഞും കൂടി. 120 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് ബിസ്ക്കറ്റാണിത്. ഇതിൽ 2-3 മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് അടിപൊളി കേക്ക് ഉണ്ടാക്കാം. ഇതിനായിട്ട് 1/2 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോഴത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ബിസ്ക്കറ്റ് ചേർക്കാം. ബിസ്ക്കറ്റ് പൊട്ടിച്ച് വേണമെങ്കിലും ചേർക്കാം, ഇങ്ങനെ മുഴുവനെ വേണമെങ്കിലും ചേർക്കാം. പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞു കിട്ടും. ഈ ഒരു മിക്സിയുടെ ജാറിൽ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കേക്കിൻ്റെ മിശ്രിതം തയ്യാറാക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ പാത്രങ്ങളൊന്നും കഴുകേണ്ട ആവശ്യവും ഇല്ല. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ബേക്കിംഗ് സോഡ ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലിനി 1/2 കപ്പ് പാൽ ചേർക്കാം. 1/2 കപ്പ് മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല, ഒരല്പം മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതും കൂടി ഒന്ന് കറക്കിയെടുക്കാം. ഇനി ഇതുണ്ടാക്കാനുള്ള കേക്ക് ടിന്ന് റെഡിയാക്കാം. അപ്പോൾ മിക്സിങ് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര പെട്ടെന്നാണ് ഒരു കേക്കിനുള്ള ബാറ്റർ റെഡിയായതെന്ന് നോക്കിക്കേ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന പാത്രം റെഡിയായി. ഇനി ഈ മാവിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ കുറച്ച് കട്ടിയാണല്ലോ, ഇതിൽ ബാക്കി വന്ന പാല് കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ആ പാല് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാലുണ്ടല്ലോ, ഒരല്പം മാറ്റി വെച്ചിരുന്നു, അതിനെ ഈ മിക്സിയുടെ ജാറിലൊഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ പാല് നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലൊരല്പം വാനില എസൻസ് കൂടി ചേർക്കാം. എസൻസ് ഇല്ലെങ്കിലും യാതൊരു കുഴപ്പവുമില്ല, ബിസ്ക്കറ്റിൻ്റെ നല്ല മണമാണ്. അതുകൊണ്ട് എസൻസ് ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ചേർക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി ഈ ബാറ്ററിനെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ഈ കേക്ക് പ്രീ ഹീറ്റഡ് ഓവനിൽ 30 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലെങ്കിൽ സാധാരണയായിട്ട് പാനിലൊഴിച്ച് ലോ ഫ്ലെയിമിൽ 30 മിനിറ്റോളം വെച്ചാൽ കേക്ക് റെഡിയാകും. ബാറ്റർ മുഴുവനായി ഒഴിച്ച ശേഷം ഈ കേക്ക് ടിന്ന് നല്ലതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം, ഇതിലുള്ള എയർ ബബിൾസൊക്കെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഓവനിലേക്ക് വയ്ക്കാം നമുക്ക്. ഇത്രയേ ഉള്ളൂ. 1/2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ്. നമ്മൾ പുറത്തു നിന്നൊക്കെ ചോക്ലേറ്റ് കേക്കൊക്കെ വാങ്ങിക്കുമ്പോൾ വലിയ വിലയാണല്ലോ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കുറച്ച് ബിസ്ക്കറ്റൊക്കെ വീട്ടിൽ കരുതി വെച്ചാൽ മക്കൾ പറയുന്ന സമയത്ത് തന്നെ നമുക്ക് കേക്ക് റെഡിയാക്കി കൊടുക്കാൻ സാധിക്കും. ഓവൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. സാധാരണ ഇപ്പോൾ എല്ലാവർക്കും അറിയാം പാത്രത്തിൽ വെച്ച് എങ്ങനെയാണ് സ്റ്റൗവിൽ കേക്ക് ഉണ്ടാക്കുന്നതെന്ന്. ഓവനിലായാലും പാനിലായാലും കേക്ക് വെന്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം കേക്ക് തണുക്കാനായിട്ട് വയ്ക്കുക. തണുത്തതിന് ശേഷം ഇളക്കിയെടുക്കാം. മുട്ടയും എണ്ണയും മൈദയും ഒന്നുമില്ലാത്ത സുന്ദരമായ ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്കാണിത്. ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൽ കുറച്ച് ഡെക്കറേഷൻ കൂടി ഇട്ടാൽ കുട്ടികൾക്കൊരു പ്രത്യേക കൗതുകമായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് വിപ്പിംഗ് ക്രീമും ഒന്നും ആവശ്യമില്ല. 2-3 ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അത് പൊടിച്ചെടുത്തു. 2-3 കഷ്ണം ചോക്ലേറ്റും ഉണ്ടായിരുന്നു, അതൊന്ന് മെൽറ്റ് ചെയ്ത് രണ്ടും കൂടെ മിക്സ് ചെയ്തു. 1 ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്തൊന്ന് മിശ്രിതമുണ്ടാക്കി. അതാണ് ഈ സ്പ്രെഡ് ചെയ്തത്. ഇതിലിനി ചോക്ലേറ്റ് ബിസ്ക്കറ്റിൻ്റെ തന്നെ പൊടി ഇങ്ങനെ മുകളിൽ കൂടെ ഇട്ടു. കുറച്ച് ചെറി ഉണ്ടായിരുന്നു, അതും കൂടെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ചെറി ഇല്ലെങ്കിൽ ജെംസോ ചോക്ലേറ്റോ അണ്ടിപ്പരിപ്പോ ഒക്കെ വെച്ച് കേക്ക് ഡെക്കറേഷൻ ചെയ്യാം. ഇത് കട്ട് ചെയ്യാനായിട്ട് ആരി കുറച്ച് നേരമായിട്ട് ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല രുചിയുള്ള വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു ചോക്ലേറ്റ് കേക്കാണിത്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.